السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ജിബ്രീൽ അലൈഹി ഇസ്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമിന്റെ അടുത്ത് വന്ന് സുപ്രധാനമായി ചോദിച്ച 4 ചോദ്യങ്ങളെ കുറിച്ചും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലാർത്ഥത്തിലുള്ള മറുപടിയെ കുറിച്ചുമാണ് 2-3 ആഴ്ചയായി നമ്മുടെ ദീർഘമായ ഹദീസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഖിയാമത്ത് നാൾ എപ്പോഴാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയും അതിന്റെ അടയാളങ്ങളെ കുറിച്ചുള്ള വിശദീകരണവുമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ചർച്ച. അതിൽ അന്തലിദൽ അമത്തു റബ്ബതഹ എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സംസാരിച്ചത്. ഈ ഹദീസിൽ പറഞ്ഞ രണ്ടാമത്തെ അടയാളം ഇദാ തതാവല റുആത്തുൽ ഇബ്ലിൽ ബുഹ്മി ഫിൽ ബുനിയാൻ എന്നതാണ്. ഇദാ തതാവല റുആത്തുൽ ഇബ്ലിൽ ബുഹ്മി, കറുത്തിരുണ്ട ഒട്ടകങ്ങളുടെ പിന്നിലൂടെ അവകളെ മേച്ച് നടന്നിരുന്ന ആളുകൾ, അവർ കെട്ടിടങ്ങളിൽ മരാമത്ത് വർക്കിൽ വീടുകളിൽ സൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ട് അഭിമാനികളായി മാറുന്ന കാലം വന്നാൽ അതാണ് ഖിയാമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരടയാളം എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒട്ടകങ്ങൾ 2 ഇനങ്ങളാണ്. ഒന്ന് ചുവന്ന ഒട്ടകം. അറബികളുടെ കൂട്ടത്തിൽ ഇത്തിരി പൈസ ഉള്ള ആളുകൾ വളർത്തിയിരുന്ന മേച്ചിരുന്ന ഒട്ടകങ്ങൾ ചുവന്ന ഒട്ടകങ്ങൾ. അതുകൊണ്ടാണ് ഹദീസിൽ പലപ്പോഴും ചുവന്ന ഒട്ടകത്തേക്കാൾ ഹൈറാണ് എന്ന് വരാൻ കാരണം. അന്നത്തെ മേത്തരം ഒട്ടകങ്ങൾ ചുവന്ന ഒട്ടകങ്ങളാണ്. എന്നാൽ കറുത്ത ചില ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അത് വളരെ പാവപ്പെട്ട ആളുകൾ മേച്ചിരുന്ന, അവകാശപ്പെടുത്തിയിരുന്ന ഒട്ടകങ്ങളാണ്. ഹദീസിൽ പറയപ്പെട്ടത് ഈ ഒട്ടകമാണ്. കറുത്തിരുണ്ട ഒട്ടകങ്ങളുടെ പിന്നിൽ അവകളെ മേച്ച് നടന്നിരുന്ന മറ്റൊരു വിഭാഗത്തിലുണ്ട് നഗ്നപാതരായ ആളുകൾ, ചെരുപ്പ് പോലും ധരിക്കാത്ത ആളുകൾ. അവരൊരു സുപ്രഭാതത്തിൽ വലിയ മുതലാളിമാരായിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ, സൗധങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതെല്ലാ നാടുകളിലേക്കും ബാധകമാണ്, പ്രത്യേകിച്ച് അറബ് നാട്ടിലേക്ക്. ഇപ്പൊ UAE കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. എന്തായിരുന്നു ഒരു 60-70 കൊല്ലം മുമ്പ് UAEയുടെ അവസ്ഥ? എന്നോട് ചില അറബികൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും കപ്പൽ വരുന്നുണ്ടോ തിന്നാനെന്ന് നോക്കിയിരുന്നത്. ഒഴിഞ്ഞ മരുഭൂമിയാണ്. ചെറിയ ചെറിയ മൺപുറ്റുകളെ പോലെയുള്ള വീടുകളാണ്. നമ്മളെ നാട്ടില് പഴയ കാലത്തെ ഗ്യാസ് ലൈറ്റ് ഉണ്ട്, അതുപോലത്തെ വിളക്കുകളുടെ സഹായത്തോടെ രാത്രിയിൽ കഴിഞ്ഞിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. അതാണ് UAE. 70-75 കൊല്ലം മുമ്പ് തിന്നാൻ വകല്ലായിട്ട് ഇലകൾ പറിച്ചു കഴിച്ചിരുന്ന അറബികൾ പിന്നീട് വലിയ മുതലാളിമാരായി. എന്നിട്ട് പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടെ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളിലാണ്. നീട്ടിയെടുത്ത കെട്ടിടങ്ങൾ, ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കൊട്ടാര സദൃശമായ വീടുകൾ. ആരായിരുന്നു? ചെറിയ ചെറിയ കുടിലുകൾ, കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോകുന്ന ചെറിയ ഓലമേഞ്ഞ കുടിലുകളിൽ ചിമ്മിണിയുടെ സഹായത്തോടെ ഓതിയും വായിച്ചും ഉറങ്ങിയും ഉണ്ടും കഴിഞ്ഞിരുന്ന ആളുകൾ. ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന വലിയ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് അതിൽ സുഗോലുപതയുടെ പർദീസയിൽ വിരാജിക്കുന്ന കാലം. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാ അതൊരു മോശപ്പെട്ട കാര്യമാണോ? അതൊന്നുമല്ല. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് പറയുമ്പോ കൊല്ലാൻ കൂടെ ഹലാക്കാണെന്ന് കരുതുക. ഖിയാമത്ത് നാളിന്റെ വളരെ പ്രധാനപ്പെട്ട അടയാളമല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ ഒരു അടയാളാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളാണ് മഹ്ദി ഇമാമിന്റെ വരവ് എന്നുള്ളത്. ഇതൊന്നും മോശപ്പെട്ട കാര്യമില്ലല്ലോ. അപ്പൊ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ഹലാലായ കാര്യമുണ്ട്, നല്ല കാര്യമുണ്ട്, മോശപ്പെട്ട കാര്യമുണ്ട്. ഇതിപ്പോ മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പാവങ്ങൾ വലിയ മുതലാളിമാരാവുക എന്നുള്ള മോശപ്പെട്ട കാര്യമൊന്നുമല്ല. എന്നാലും അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്.
ഇത് എല്ലാ അറബ് രാഷ്ട്രങ്ങളിലേക്ക് പോയാലും കാണാം എന്ന് മാത്രമല്ല നമ്മുടെ നാടുകളിലും. ഒരു കാലത്ത് ആടിന്റെ പിറകിൽ ഇലയുമായി എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകള് ആഡംബര കാറുകളിൽ ഹൈവേ കീറി മുറിക്കുന്ന രംഗങ്ങൾ ഇന്ന് വ്യാപകമാണ്. അത് മോശപ്പെട്ടല്ല, അള്ള കൊടുക്കണം. എന്റെ ജീവിതത്തിനിടയില് റോഡ് സൈഡിൽ പുറമ്പോക്കില് കൊതുവിന്റെ കടി കൊണ്ടിട്ട് പുതക്കാനില്ലാതെ കിടന്നിരുന്ന ഒരു കുടുംബം എന്റെ ജീവിതമാണ് കേട്ടോ. അങ്ങനെ കണ്ടിട്ട് നമ്മൾ അവിടെ അവർക്ക് കിറ്റ് കൊടുത്തിരുന്നു, വ്യക്തിപരമായിട്ട് കിറ്റ് കൊടുത്തിരുന്നു. ആ കുടുംബത്തിൽപ്പെട്ട ഒരാളൊന്ന് ഗൾഫിൽ പോയി വന്നു. 4 കൊല്ലം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് വീടുണ്ടാക്കിയിട്ടുണ്ട് ഉസ്താദ്, ഉദ്ഘാടനത്തിന് വരണം. ഞാന് വളരെ പാവപ്പെട്ട ആളാണ്, എന്തേലൊക്കെ നമ്മളും കൊടുത്തിരുന്ന ആളാണ്. ആയിക്കോട്ടെ, അവരെ വീട് ഉദ്ഘാടനത്തിന് പോവാന്ന് വിചാരിച്ച് പോയി. വീട് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഭയങ്കര കൊട്ടാരം. ഞാൻ ഇതന്നല്ലേ ആള് എന്ന് വെച്ചാൽ അതന്നെയാണ്. ഒന്ന് ഗൾഫ് പോയി വന്നാണ് അടിച്ചു കയറിയത്. റോഡ് സൈഡിൽ ചെറിയ വീട് കെട്ടിയിട്ട് ചെറിയ ഇടുക്ക് റൂമിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നിരുന്ന അതിൽപ്പെട്ട ഒരാള് ഗൾഫ് പോയി വന്നപ്പോ ഇങ്ങനെ നോക്കണം വീട്ടിക്ക് പോ. മേലെ എന്തൊക്കെ മകുടങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ഈ ഹദീസ് എനിക്ക് ഓർമ്മ, ആടുകളുടെ പിറകിൽ ഒട്ടകത്തിന്റെ പിറകിൽ ചെരുപ്പ് ധരിക്കാൻ കഴിയാതെ ഇലയും കാട്ടി നടന്നിരുന്ന ആളുകൾ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളിൽ അഭിമാനികളായി മാറുന്ന കാലം കണ്ടാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് അടിസ്ഥാനത്തിൽ ഗൾഫിലേക്ക് അങ്ങോട്ട് പോയാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ മത്സരിക്കുന്നത് കെട്ടിടങ്ങളിലാണ്. ദുബായിൽ ബുർജ് ഖലീഫ വന്ന്, അപ്പൊ ഇനി സൗദി എന്തിക്കാണ് അതിന്റെ മേലുണ്ടാക്കാൻ എന്താ വഴി? അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഖത്തർ ഇങ്ങനെ എന്തിക്കാണ്, എല്ലാരും മേലെ നമുക്ക് കെട്ടിടമുണ്ടാക്കണമല്ലോ, അതിനെന്താ മാർഗം? അതിന്റെ ചിന്തകളിലും തീരുമാനങ്ങളിലും ഒക്കെയാണ് ഖത്തർ ഉള്ളത്. അപ്പൊ ദുബായ്ക്ക് ഒരു തോന്നല, അങ്ങനെ ഉണ്ടാക്കി അതിന്റെ മേലെ നമ്മൾ വേറെ ഉണ്ടാക്കും. ഇതാ തതാവല റുആത്തുൽ ഇബ്ലിൽ ബുഹ്മി ഫിൽ ബുനിയാൻ സദഖത യാ റസൂലല്ലാഹ്. ഇതൊക്കെ 1500 കൊല്ലം മുമ്പ് ദീർഘദർശനത്തോടെ പ്രവചിച്ചില്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. വലിയ വലിയ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും ഇങ്ങനെ കാണുമ്പോ നമുക്കിങ്ങനെ അള്ളാന്റെ റസൂല് വൽപ്പല്ലേ, കെട്ടിടത്തിന് വൽപ്പല്ല. അപ്പൊ മനസ്സിലാക്കുന്നത് മുത്ത് റസൂലുള്ളാഹിന്റെ വൽപ്പാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒഴിഞ്ഞ മരുഭൂമി, കിലോമീറ്റർ നടക്കണം യുദ്ധത്തിന്. ഇടക്ക് വെള്ളം കഴിഞ്ഞാൽ സഹാബാക്കൾ ആകെ അത്ഭുതപ്പെടും. എന്താ ചെയ്യാ, പട്ടിണിപ്പാവങ്ങള് ചിലപ്പം കുഴിച്ചിട്ട് വെള്ളം എടുക്കുക, ചില മണിക്കൂറുകളോളം തോൽപാത്രം കൊണ്ട് നടന്നിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക, എന്നിട്ട് എല്ലാരും കൂടി കുടിക്കുക. ഇങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് മണൽ പരപ്പുകൾ മാത്രം കണ്ടിരുന്ന ഒരു കാലത്ത് പറയാണ്, ഇവിടെ മുഴുവനും ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ട് അറബികൾക്ക് അന്ന് മരാമത്ത് വർക്കിൽ ഇൻട്രസ്റ്റ് വരുന്ന കാലമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ നാടുകളിലും. ഇന്നലെ ഞാന് വാതിന് പോണ സമയത്ത് 2 പള്ളിയിൽ കയറി. എന്താ പള്ളി? ഈ വളാഞ്ചേരി പിന്നെ ചെർപ്പളശ്ശേരിന്റെ ഇടയിൽ 2-3 പള്ളിയുണ്ട്. എന്താണ് പള്ളി? വലിയ വലിയ പാലസമായിരിക്കും. നിസ്കരിക്കാൻ ആളുകൾ കുറവാണെങ്കിലും പള്ളി അങ്ങോട്ട് നീട്ടിയെടുത്തിട്ട് മേലെ അടിയിലും അതിനെ ചുറ്റുഭാഗത്ത് മുഴുവനും പൂന്തോപ്പ്. പള്ളിന്റെ ചുറ്റുഭാഗത്ത് മക്കബറ മുഴുവനും കബറാളികൾ മുഴുവനും ഇപ്പൊ കിടക്കുന്നത് നല്ല പൂങ്കാവനത്തിലാണ്. മേലുള്ള ചൊറുക്കാടിയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. സൈഡില് മുഴുവനും പൂവും നല്ല നല്ല കൃത്രിമമായ സ്വർഗീയ തോപ്പുണ്ടാക്കിയാൽ അതിന്റെ അടിയിലും വല്യപ്പാന്റെ അവസ്ഥ അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. നല്ലവരുണ്ടാവും. പിന്നെ അതിന്റെ ഇടക്ക് ഇങ്ങനെ ഒരു വിശാലമായ മുറ്റം. ആ മുറ്റം എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ സൈഡിലൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ. അവിടെ നിസ്കരിച്ചിട്ട് കുട്ടികളൊക്കെ ഇരുന്നിട്ട് മൊബൈൽ തോണ്ട്, അപ്പുറത്ത് കുറെ ആൾക്കാർ ഇരുന്നിട്ട് ബീഡി വലിക്കുക, ഇപ്പുറത്ത് ആണും പെണ്ണൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുക. ഈ സെന്ററിൽ വലിയ പള്ളിയുണ്ട്. ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. ഈ പള്ളി കുറച്ച് മുമ്പ് ഞാൻ കണ്ടിരുന്നു, ചെറിയ പള്ളി. അപ്പൊ ഈ കെട്ടിടങ്ങൾ, അത് പള്ളിയാണെങ്കിലും വീടാണെങ്കിലും കെട്ടിടങ്ങളിൽ ആവേശം കൊള്ളുക, കെട്ടിടങ്ങൾ അഭിമാനത്തിന്റെ മാനദണ്ഡങ്ങളായി മാറുക, കെട്ടിടങ്ങളിൽ ദുരഭിമാനികളായി മാറുക. ഇങ്ങനെ ഒരു കാലം. അതന്നെ ആര്? പഴയ കാലത്ത് ഓലമേഞ്ഞ വീടുകളിൽ മാത്രം കഷ്ടപ്പെട്ട് ക്ഷമിച്ച് സഹിച്ചു കഴിഞ്ഞിരുന്ന ആളുകൾ
ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വമ്പൻ സൗധങ്ങളും കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ജീവിതത്തിന്റെ മേൽവിലാസവും അഭിമാനവുമായി കണ്ട് അതിൽ ആവേശം കൊള്ളുന്ന കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ പിന്നെ കിതാബ് നോക്കണം, റോഡുകൾ അങ്ങോട്ട് നോക്കിയാൽ പോലെ. അല്ല, നമ്മളിൽ പല ആളുകളുടെയും വീടിന്റെ അവസ്ഥ, ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ വീട് വലിയ കൊട്ടാരല്ലെങ്കിലും സൗകര്യമുള്ള വീട് തന്നെയാണല്ലോ. എന്റെ വീടിന്റെ ആദ്യ അവസ്ഥ എനിക്കറിയാലോ. മഴ പെയ്യുമ്പോ ഞങ്ങളെല്ലാരും കൂടി ചുംബനെ അവിടേക്ക് ജാമാക്കി ഇങ്ങോട്ട് തള്ളിയിരുന്നു. രാത്രി ഉറങ്ങുമ്പോ ഞാനും എന്റെ കാക്കൊക്കെ ഒറ്റ പോപ്പിന്റെ ഉള്ളിലാ കിടക്കല്. കാരണം 2 പോപ്പ് ഇല്ല. അപ്പൊ ഒറ്റ പോപ്പിന്റെ ഉള്ളിൽ കിടത്തു. മഴ ചെയ്താ ചീറ്റലെടുക്കും. പനിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഉമ്മ എന്ത് ചെയ്തു, കല്ലോരിലും ഉന്തണമായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ചുംബന്റെ അവിടേക്ക് ജാമാക്കി. അങ്ങനത്തെ എന്റെ വരന്റെ മേലെ ഇപ്പൊ താമസിക്കാൻ ആളില്ല. കാരണം റൂമൊക്കെ ഒഴിഞ്ഞെടുക്കുക. നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ അതിനേക്കാൾ കൊപ്പരയാണ്. അത് നമ്മളെല്ലാരെയും അവസ്ഥ അതാണ്. കാരണം കുറച്ച് വലിയ വീടാണെങ്കിൽ അത് ഉഷാറാണ് തോന്നലാണ്. സൗകര്യമല്ല നോക്കണത്, വീടുകൾ നീട്ടിയെടുക്കാനാ നോക്കുന്നത്. കാരണം അതാണിപ്പോ ഒന്ന് തലവരുത്തി നടക്കാൻ പറ്റുന്ന ഒരു സംഗതി. വീടൊന്ന് നീട്ടലാണെന്ന ഒരു തോന്നൽ മൂല്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ജന്തുവിനാണ് ഈ പറഞ്ഞത്. അങ്ങനെ എല്ലാരെയും ഈ കെട്ടിടങ്ങൾ ഗ്രസിച്ച കാലമാണ് ഇത്. അന്ന് പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി, വീടിന്റെ വലിപ്പം കൂട്ടുക, സ്ഥാപനങ്ങളുടെ വലിപ്പം കൂട്ടുക. പള്ളിയെ കുറിച്ച് തന്നെ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പള്ളി നീട്ടിയെടുത്തിട്ട് ജനങ്ങൾ പള്ളിയുടെ പേരിൽ അഭിമാനം കൊള്ളുന്നവരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതന്നെ ഹദീസ്. ലാ തഖൂമു സ്സാഅ ഹത്താ യതബാഹ അന്നാസു ബിൽ മസാജിദ്. പള്ളി നീട്ടിയെടുത്തിട്ട് പള്ളിന്റെ പേരിൽ ദുരഭിമാനം കൊള്ളുന്ന കാലം വരുന്നവരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. നിങ്ങൾ നോക്കി, ആ മഹലിൽ പള്ളിയാവുമ്പോ ഈ മഹലിൽ കമ്മിറ്റിക്കാരിങ്ങനെ നിൽക്കുകയാണ്. നടക്കാമല്ലോ പള്ളി തർക്കളില്ല. അപ്പൊ നമ്മക്ക് ഇപ്പൊ അതിനേക്കാൾ ഉഷാറാക്കാൻ കമ്മിറ്റിയാവും കൂടിയാൽ. ഇവിടെ അങ്ങനെ അല്ല കേട്ടോ, ഇവിടെ പോയി അങ്ങനത്തെ എല്ലാം പറഞ്ഞു. അപ്പൊ അതിനേക്കാൾ ഉഷാറിൽ ഇപ്പുറത്ത് പള്ളി. അപ്പൊ മറ്റേ മഹലിലേക്ക് വന്നു, നടക്കാവിലും പുത്തൻതെരുവിലും പള്ളി ഇങ്ങനെയാണെങ്കിൽ ഞമ്മക്കിപ്പോ എന്തിന്റെ കുറവുള്ളത്? അപ്പൊ അവരതിനേക്കാൾ ഉഷാറിൽ വേറെ പള്ളി. ഇങ്ങനെ ആരടാ പള്ളി ഞാനടാ പള്ളി, ഞാൻ അതിന് പേരിട്ടതാണ്. ആരടാ പള്ളി ഞാനടാ പള്ളി, ഞാനടാ പള്ളി ആരടാ പള്ളി. അങ്ങനെ ആരടാ ഞാനടാ പള്ളികളിൽ കളിക്കുക. നിസ്കരിക്കാൻ ആളുമില്ല, ദർസോട്ടില്ല. വലിയ വലിയ പള്ളി ശൂന്യമാണ്. കാരണം അവിടെ ദർസില്ല. ദർസില്ലെങ്കിലോ ഹയ്യാലസലാന്ന് കേൾക്കുമ്പോ കുരച്ചാല് മുറ്റത്തേക്ക് പോവാതെ മാർബിൾമ വീണ നരമ്പ് വീർത്ത തന്താരുണ്ടാവും വടിമുത്തി വരാൻ. ചെറുപ്പക്കാരൊക്കെ സൈഡിൽ മൊബൈൽ തോണ്ടി സൊറ പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വലിയ വലിയ പള്ളികൾ. അതില് ദർസില്ല. അതില് ഒരു 500-600 ആളുകൾക്ക് സഫ് കെട്ടിയിട്ട് 1-ാം സഫിൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് 3-4 ആളുകൾ ഇമാമിന്റെ നേരെ ബാക്കിൽ. പള്ളിയാണെങ്കിലോ ഫുട്ബോൾ കളിക്കാനുള്ള വിശാലത. ഇതൊക്കെ തന്നെയാണ് ഹദീസിന്റെ വാക്കുകൾ. ലാ തഖൂമു സ്സാഅ ഹത്താ യതബാഹ അന്നാസു ബിൽ മസാജിദ്. ഷേഖ് സാഹിബ് പള്ളിന്റെ അവിടെ പോയി നോക്കാണ്, മര്യാദക്ക് കയറിയിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. കാരണം കോണട്ട പെണ്ണുങ്ങളാണ് എപ്പോഴും. നിസ്കരിക്കാനല്ല, കാണാൻ വരിക. ഞാൻ പള്ളിയെ തരം താഴ്ത്തല്ല, ഈ വാങ്ങള് കട്ട് ചെയ്യണം പ്രസംഗത്തിലൂടുമ്പോ. കാരണം തെറ്റിദ്ധരിക്കണ്ട. ഉണ്ടാക്കിയ നല്ലതിനാണ്, ഉണ്ടാക്കണവും നല്ലതാണ്. പക്ഷെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിയൊക്കെ ഒക്കെതാണ് പൈസ പൈസ പൈസ. അതാണ് അതിന് പള്ളിയും അതിനെല്ലാം. ഹറമിന്റെ ഉള്ളിക്കും ആളുകൾക്ക് പ്രവേശനം. കാഫറിന് കടക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് കാഫറിന് കടക്കാനായിപ്പോ. യാ അല്ലാഹ്, ഹറമിന്റെ ഉള്ളിൽ സിനിമാ തിയേറ്റർ. മക്ക മദീനകളിൽ സിനിമാ തിയേറ്റർ വന്നില്ലേ? ഇതൊക്കെ അന്ന് പറഞ്ഞു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഏകദേശം അങ്കുലി പരിമിതമായ വിരൽ കൊണ്ട് എണ്ണാവുന്ന ബട അടയാളങ്ങളിൽ ചിലത് മാത്രം മാറ്റിവെച്ചാൽ ബാക്കി മുഴുവനും ഇന്ന് ഭൂമിയിൽ കത്തി നിൽക്കുകയാണ് ഖിയാമത്തിന്റെ അടയാളം. അത് അന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെട്ടിടങ്ങളുടെ വിഷയത്തിലുള്ള ആവേശം കൊണ്ട്. അത് ഇന്ന് എല്ലാ സ്ഥലത്തും, അറബ് നാട്ടിലും അല്ലാത്ത നാട്ടിലൊക്കെ നടക്കുന്നത്. ഇനി എന്തൊക്കെ പുലരാളുള്ളത് കുറച്ചും കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് പറയണം ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറഹീമായ അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. ഖിയാമത്തിന്റെ മോശപ്പെട്ട അടയാളങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നല്ല അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, കച്ചവടക്കാർ, മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, യാത്രക്കാർ, പ്രവാസികൾ എല്ലാം ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. രോഗികൾക്ക് ശമനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, തളർന്നു കിടക്കുന്ന ഒരിറ്റ് വെള്ളം ഇറങ്ങാതെ കഷ്ടപ്പെടുന്ന രോഗികൾ ഈ നാട്ടിൽ തന്നെയും ഉണ്ട്. നീ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി വീക്ക് പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്, അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്, അപകട മരണം വിധിക്കല്ല അല്ലാഹ്, കടക്കണിയിൽ കൊടുക്കല്ല അല്ലാഹ്, ശത്രുക്കളിൽ പെടുത്തല്ല അല്ലാഹ്, പരാജിതരാക്കല്ല അല്ലാഹ്, ദുരഭിമാനികളാക്കല്ല അല്ലാഹ്, മാനം കെടുത്തല്ല അല്ലാഹ്, നാണം കെടുത്തല്ല അല്ലാഹ്. ഐബുകൾ മറക്കണേ റബ്ബേ, സയ്യിആത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്, കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്, ശമ്പളമില്ലാത്തവർക്ക് ശമ്പളം നൽകണേ അല്ലാഹ്, വീടുകളില്ലാത്തവർക്ക് വീടുകൾ നൽകണേ അല്ലാഹ്, തളർച്ചയുള്ളവർക്ക് ഉന്മേഷം കൊടുക്കണേ അല്ലാഹ്, പരീക്ഷിക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.